നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിൽ പ്രവാസ ലോകത്ത് വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളും വ്യക്തികളും പ്രതിഷേധം വ്യക്തമാക്കി. ഇന്ത്യൻ മതേതരത്വത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും അപമാനകരമായ വിധി എന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. മസ്ജിദ് തകർത്ത കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്നും മതേതരമായ ഇന്ത്യൻ പാരമ്പര്യത്തെയും ഭരണനിർവഹണ സംവിധാനത്തെയും നീതിന്യായ വ്യവസ്ഥയെയും ഫാസിസ്റ്റുകൾ കൈയടക്കുന്നതിന്റെ അടയാളമായി കാണണമെന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളുടെ കാതൽ പറയുന്നു. അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും വ്യാപകമാണ്. സമകാലിക ഇന്ത്യൻ അവസ്ഥയിൽ ഇത്തരമൊരു വിധി അപ്രതീക്ഷിതമല്ലെന്ന് സൂചിപ്പിക്കുന്ന ട്രോളുകളാണ് അധികവും. ബാബറി മസ്ജിദ് കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ലക്നൌവിലെ പ്രത്യേക CBI കോടതി ഇന്നലെയാണ് വിധി പറഞ്ഞത്. ആസൂത്രണം നടന്നതിന് തെളിവില്ല എന്നാണ് കോടതിയുടെ പ്രധാന കണ്ടെത്തൽ. ബാബറി മസ്ജിദ് തകർത്തത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടല്ല പ്രതികൾ ഗൂഢാലോചന നടത്തിയത് എന്ന് തെളിവ് ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല. പള്ളി തകർത്തത് ആകസ്മികമായിരുന്നുവെന്നും ആൾക്കൂട്ടത്തെ തടയാനാണ് നേതാക്കൾ ശ്രമിച്ചത് എന്നും കോടതി കണ്ടെത്തി. CBI മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം തള്ളിയാണ് ലക്നൌ CBI കോടതിയുടെ നിർണായക വിധി പുറത്തു വന്നത്. ലക്നൌവിലെ പ്രത്യേക CBI കോടതി ജഡ്ജി SK യാദവാണ് 2000 പേജുള്ള വിധി പ്രസ്താവിച്ചത്. ഉത്തർപ്രദേശിൽ കനത്ത സുരക്ഷയാണ് കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, കല്യാൺ സിംഗ്, ഉമാഭാരതി അടക്കം 32 പേരായിരുന്നു കേസിലെ പ്രതികൾ. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ് ഉൾപ്പെടെ കേസിലെ എല്ലാ പ്രതികളോടും വിധി പറയുമ്പോൾ കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 32 പ്രതികളിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ്, നിർഗോപാൽ ദാസ് തുടങ്ങി 6 പേർ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ ഇളവ് തേടി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.